ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു രമ്യ സ്റ്റഡി ട്രിക്സ്. എക്സാമിന് പോകുന്നതിന് മുൻപ് ഒരു റാപ്പിഡ് റിവിഷൻ. ഇത് കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട 50 ചോദ്യങ്ങളാണ്. ഒന്നാമത്തെ ചോദ്യം, ഒരു രാജ്യത്തിലെ ഗവൺമെന്റിന്റെ സംഘടനയ്ക്കും പ്രവർത്തനത്തിനും അത്യാവശ്യമായ അടിസ്ഥാന നിയമങ്ങളും തത്വങ്ങളും വ്യവസ്ഥകളും അടങ്ങിയ ആധാരരേഖ ഭരണഘടനയാണ്. ഒരു രാജ്യത്തിലെ ഗവൺമെന്റിന്റെ സംഘടനയ്ക്കും പ്രവർത്തനത്തിനും അത്യാവശ്യമായ അടിസ്ഥാന നിയമങ്ങളും തത്വങ്ങളും വ്യവസ്ഥകളും അടങ്ങിയ ആധാരരേഖയാണ് ഭരണഘടന. ഒരു രാജ്യത്തിന്റെ അടിസ്ഥാന നിയമങ്ങളെ ധിക്കരിക്കാൻ ആർക്കും അധികാരമില്ല എന്ന് അനുശാസിക്കുന്നത് ഹമ്മുറാബിയുടെ നിയമസംഹിതയാണ്. ബാബിലോണിയൻ രാജാവായിരുന്നു ഹമ്മുറാബി. ആദ്യത്തെ നിയമം ക്രോഡീകരിച്ചത് ഹമ്മുറാബിയാണ്. ഒരു രാജ്യത്തിന്റെ അടിസ്ഥാന നിയമങ്ങളെ ധിക്കരിക്കാൻ ആർക്കും അധികാരമില്ല എന്ന് അനുശാസിക്കുന്നത് ഹമ്മുറാബിയുടെ നിയമസംഹിതയാണ്. മാഗ്ന കാർട്ട ഒപ്പുവെച്ച വർഷം. കോമൺ ഇറ 1215 മാഗ്ന കാർട്ട ഒപ്പുവെച്ചത്. 1215 ഇംഗ്ലണ്ടിലെ ഭരണാധികാരിയായിരുന്ന ജോൺ രാജാവിനെ കൊണ്ട് ജനങ്ങൾ നിർബന്ധിച്ച് ഒപ്പുവെപ്പിച്ച അവകാശ രേഖയാണ് മാഗ്ന കാർട്ട. 1215 ഇംഗ്ലണ്ടിലെ അന്നത്തെ ഭരണാധികാരിയായ ജോൺ രാജാവാണ് മാഗ്ന കാർട്ടയിൽ ഒപ്പുവെച്ചത്. മാഗ്ന കാർട്ടയുടെ പ്രധാന ആശയം രാജാവും ഭരണകൂടവും നിയമത്തിന് അതീതരല്ല. രാജാവും ഭരണകൂടവും നിയമത്തിന് അതീതരല്ല എന്നാണ് മാഗ്ന കാർട്ടയുടെ പ്രധാന ആശയം. അടുത്ത ചോദ്യം, മനുഷ്യാവകാശങ്ങളുടെ ചരിത്രത്തിലെ നാഴികക്കല്ലായി കാണപ്പെടുന്ന രേഖ ഏതാണ്? മാഗ്ന കാർട്ട. മനുഷ്യാവകാശങ്ങളുടെ ചരിത്രത്തിലെ നാഴികക്കല്ലാണ് മാഗ്ന കാർട്ട. അടുത്തത്, ഇംഗ്ലണ്ടിൽ രാജാവിന്റെ സ്വേച്ഛാധിപത്യം അവസാനിപ്പിക്കാനും പാർലമെന്റിന്റെ അധികാരം വർദ്ധിപ്പിക്കാനും കാരണമായ വിപ്ലവം ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവമായിരുന്നു. 1688 മഹത്തായ വിപ്ലവം നടന്നത്. അടുത്തത്, അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടന്ന വർഷം 1776. അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടന്ന വർഷം 1776. അടുത്തത്, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് 1789 ഫ്രഞ്ച് ജനത നടത്തിയ വിപ്ലവം എന്തിന്റെ രൂപീകരണത്തിനാണ് കാരണമായത്? രാജാധികാരത്തിനെതിരെയുള്ള ജനങ്ങളുടെ പരമാധികാരം അംഗീകരിക്കാൻ. രാജാധികാരത്തിനെതിരെ ജനങ്ങളുടെ പരമാധികാരം അംഗീകരിക്കാൻ കാരണമായിട്ടുള്ള വിപ്ലവമായിരുന്നു ഫ്രഞ്ച് വിപ്ലവം. നടന്ന വർഷം 1789. അതിന്റെ മുദ്രാവാക്യം സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. അടുത്ത ചോദ്യം, ലോകത്തിലെ ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന അമേരിക്കൻ ഭരണഘടനയാണ്. ലോകത്തിലെ ആദ്യത്തെ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനാണ്. അടുത്തത്, ഭരണഘടനയുടെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നായ സമഗ്രത എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ഗവൺമെന്റിന്റെ അധികാരങ്ങൾ, പൗരന്മാരുടെ അവകാശങ്ങൾ, കടമകൾ എന്നിവ സമഗ്രമായി പ്രതിപാദിച്ചിരിക്കണം. ഭരണഘടനയിലെ സമഗ്രത എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഗവൺമെന്റിന്റെ അധികാരങ്ങൾ, പൗരന്മാരുടെ അവകാശങ്ങൾ, കടമകൾ എന്നിവ സമഗ്രമായിട്ട് ആ ഭരണഘടനയിൽ പ്രതിപാദിച്ചിരിക്കണം. അടുത്തത്, ഭരണഘടനയുടെ ചലനാത്മകത എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ച് കാലോചിതമായി മാറ്റം വരുത്താൻ കഴിയണം. അതാണ് ഭരണഘടനയുടെ ചലനാത്മകത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഭരണഘടനയുടെ ചലനാത്മകത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജനങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് കാലോചിതമായി മാറ്റം വരുത്താൻ കഴിയണം. അടുത്തത്, എഴുതപ്പെടാത്ത ഭരണഘടന നിലവിലുള്ള രാജ്യങ്ങൾ യുണൈറ്റഡ് കിങ്ഡം, ന്യൂസിലാൻഡ്. എഴുതപ്പെടാത്ത ഭരണഘടന നിലവിലുള്ള രാജ്യങ്ങൾ യുണൈറ്റഡ് കിങ്ഡം, ന്യൂസിലാൻഡ്. ഞാൻ SCRT ബേസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തത്. അതുകൊണ്ട് ഈ 2 രാജ്യങ്ങൾ പഠിച്ചു വെക്കുക. അടുത്തത്, ദൃഢമായ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ. മാറ്റം വരുത്താൻ ഭേദഗതി, കർശനമായ നടപടികൾ ആവശ്യമാണ്. അമേരിക്കൻ ഐക്യനാടുകൾ ദൃഢമായ ഭരണഘടനയ്ക്ക് ഉദാഹരണമാണ്. റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷന് എക്സാമ്പിളാണ് അമേരിക്കൻ ഐക്യനാടുകളുടെ ഭരണഘടന. അപ്പോൾ നമ്മളുടെ ഭരണഘടനയിൽ മാറ്റം വരുത്താൻ ഭേദഗതി ആവശ്യമുണ്ടാവും. ഏതാവുമ്പോൾ? ഒരു ദൃഢമായിട്ടുള്ള ഭരണഘടന ആകുമ്പോൾ. അടുത്ത ചോദ്യം, ഭരണഘടനയെയും ഭരണഘടനാ വ്യവസ്ഥയെയും കുറിച്ച് ആദ്യമായി പ്രതിപാദിച്ചത് ആരാണ്? അരിസ്റ്റോട്ടിൽ. ഭരണഘടനയെയും ഭരണഘടനാ വ്യവസ്ഥകളെയും കുറിച്ച് ആദ്യമായി പ്രതിപാദിച്ചത് അരിസ്റ്റോട്ടിലാണ്. ഒരു രാജ്യത്തിലെ ഭരണാധികാരികളുടെ വിന്യാസം എന്ന് ഭരണഘടനയ്ക്ക് പ്രാഥമിക നിർവചനം നൽകിയത് അരിസ്റ്റോട്ടിലാണ്. അരിസ്റ്റോട്ടിൽ കോൺസ്റ്റിറ്റ്യൂഷന് നൽകിയ നിർവചനം ഒരു രാജ്യത്തിലെ ഭരണാധികാരികളുടെ വിന്യാസം എന്നതാണ്. ഭരണഘടനാപരമായ നിയമങ്ങളെ സാധാരണ നിയമങ്ങളിൽ നിന്ന് വേർതിരിച്ചെടുത്ത ചിന്തകൻ ആരാണ്? അരിസ്റ്റോട്ടിൽ. ഭരണഘടനാപരമായ നിയമങ്ങളെ സാധാരണ നിയമങ്ങളിൽ നിന്ന് വേർതിരിച്ചെടുത്ത ചിന്തകൻ അരിസ്റ്റോട്ടിലാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഉത്ഭവം ആരുടെ ഭരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബ്രിട്ടീഷ് ഭരണം. ബ്രിട്ടീഷ് ഭരണം ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ രൂപീകരണത്തിന് കാരണമായത്. ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത് നവംബർ 26. നവംബർ 26 അന്ന് തന്നെയാണ് ദേശീയ നിയമദിനം. അടുത്ത ചോദ്യം, ഇന്ത്യക്ക് പൂർണ്ണമായ സ്വയംഭരണ അധികാരം നൽകുന്നതിനായി ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇന്ത്യയിലേക്ക് അയച്ച 3 അംഗ സമിതി ഏതാണ്?
ക്യാബിനറ്റ് മിഷൻ. ഇന്ത്യക്ക് പൂർണ്ണമായ സ്വയംഭരണ അധികാരം നൽകുന്നതിനായി ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇന്ത്യയിലേക്ക് അയച്ച 3-അംഗ സമിതിയാണ് ക്യാബിനറ്റ് മിഷൻ. ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരമാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ രൂപം കൊണ്ടത്. 1946 ക്യാബിനറ്റ് മിഷനെ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇന്ത്യയിലേക്ക് അയച്ചത്. അടുത്തത് ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. സ്ഥിരാധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. തുടക്കത്തിലെ താൽക്കാലിക അധ്യക്ഷൻ ആരാന്ന് ചോദിച്ചാൽ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. ഇന്ത്യൻ ഭരണഘടനയുടെ കരട് രൂപം എഴുതി തയ്യാറാക്കിയ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ഡോക്ടർ BR അംബേദ്കർ. ഡോക്ടർ BR അംബേദ്കർ ആണ് ഇന്ത്യയുടെ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ. 8 കമ്മിറ്റികളാണ് ഉണ്ടായിരുന്നത് കേട്ടോ. കോൺസ്റ്റിറ്റ്യൂഷൻ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് 8 മേജർ കമ്മിറ്റികളാണ് ഉണ്ടായിരുന്നത്. അതിൽ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു. യൂണിയൻ പവേഴ്സ് കമ്മിറ്റി, യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി, അതിൻ്റെയൊക്കെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു ആയിരുന്നു. പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയുടെ അധ്യക്ഷന് സർദാർ വല്ലഭായ് പട്ടേൽ ആയിരുന്നു. പിന്നെ അഡ്വൈസറി കമ്മിറ്റി, അത് സർദാർ വല്ലഭായ് പട്ടേൽ. അതിനകത്ത് മൗലിക അവകാശം, ന്യൂനപക്ഷങ്ങൾ, ഗോത്രവർഗ മേഖല എന്നിവയ്ക്കുള്ള ഉപദേശക സമിതിയൊക്കെയാണ് ഉണ്ടായിരുന്നത്. പിന്നെ റൂൾസ് ഓഫ് പ്രൊസീജിയർ, അത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ അധ്യക്ഷൻ. കൂടാതെ സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷനും ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് ഓർമ്മിച്ചു വെക്കുക. അടുത്തത് ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത് 1950 ജനുവരി 26. ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത് 1950 ജനുവരി 26. ഈ ജനുവരി 26 റിപ്പബ്ലിക് ഡേ ആണ്. 2026 77ാമത് റിപ്പബ്ലിക് ഡേ ആണ് കഴിഞ്ഞത്. വന്ദേ മാതരത്തിന്റെ 150 വർഷങ്ങൾ എന്നതായിരുന്നു തീം കേട്ടോ. വന്ദേ മാതരത്തിന്റെ 150 വർഷങ്ങൾ. പിന്നെ റിപ്പബ്ലിക് എന്ന് പറയുമ്പോൾ ഒരു രാജ്യത്തിന് തെരഞ്ഞെടുത്ത ഒരു തലവൻ ഉണ്ടായിരിക്കുന്ന ഭരണ സംവിധാനമാണ് റിപ്പബ്ലിക്. അടുത്തത് ഭരണഘടനയുടെ ആമുഖത്തിൽ പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്നതിന് പകരം 1976 42ാം ഭേദഗതി പ്രകാരം കൂട്ടിച്ചേർത്ത പദങ്ങൾ പരമാധികാര, സ്ഥിതി സമത്വ, മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്. ഭരണഘടനയുടെ കാവലാൾ എന്നറിയപ്പെടുന്നത് നീതിന്യായ വിഭാഗം. ഭരണഘടനയുടെ കാവലാൾ നീതിന്യായ വിഭാഗമാണ്. അടുത്ത ചോദ്യം, പഞ്ചായത്ത് രാജ് കുട്ടികൾക്ക് എന്ന കൃതിയുടെ രചയിതാവ് എ സുഹൃത്ത് കുമാറാണ്. എ സുഹൃത്ത് കുമാറാണ് പഞ്ചായത്ത് രാജ് കുട്ടികൾക്ക് എന്ന കൃതിയുടെ രചയിതാവ്. 2005 ഭേദഗതി പ്രകാരം പഞ്ചായത്ത് രാജ് സംവിധാനത്തിൽ സ്ത്രീകൾക്കുള്ള സംവരണം 50%. 50%. അടുത്ത ചോദ്യം, ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. ത്രിതല പഞ്ചായത്തി രാജ് സംവിധാനം. ജില്ലാ പരിഷത്തിന്റെ ചെയർമാൻ ജില്ലാ കളക്ടർ ആയിരിക്കും. പഞ്ചായത്ത് സമിതികളിലേക്കും ജില്ലാ പരിഷത്തിലേക്കും പരോക്ഷ തെരഞ്ഞെടുപ്പ്. ആസൂത്രണ വികസന പ്രവർത്തനങ്ങളുടെ നിർവഹണ ചുമതല പഞ്ചായത്ത് സമിതികൾക്ക് ആയിരിക്കും. ഇപ്പോൾ ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ് ഇതൊക്കെ. ത്രിതല പഞ്ചായത്ത് രാജ് സംവിധാനം മുന്നോട്ട് വെച്ചു. ജില്ലാ പരിഷത്തിന്റെ ചെയർമാൻ ജില്ലാ കളക്ടർ ആയിരിക്കും എന്ന് പറഞ്ഞു. പഞ്ചായത്ത് സമിതികളിലേക്കും ജില്ലാ പരിഷത്തിലേക്കും പരോക്ഷ തെരഞ്ഞെടുപ്പ് വേണമെന്ന് പറഞ്ഞു. ആസൂത്രണ വികസന പ്രവർത്തനങ്ങളുടെ നിർവഹണ ചുമതല പഞ്ചായത്ത് സമിതികൾക്ക് നൽകണമെന്ന് ശുപാർശ ചെയ്തു. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ നിർദ്ദേശക തത്വങ്ങളുടെ ഭാഗമായി ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം 40 ഇന്ത്യൻ ഭരണഘടനയുടെ നിർദ്ദേശക തത്വങ്ങളുടെ ഭാഗമായി ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 40. പഞ്ചായത്ത് തലത്തിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഔദ്യോഗികത ഉറപ്പുവരുത്തുക എന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചത് അശോക് മേത്ത കമ്മിറ്റിയാണ്. അശോക് മേത്ത കമ്മിറ്റിയാണ് പഞ്ചായത്ത് തലത്തിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഔദ്യോഗികത ഉറപ്പുവരുത്തുക എന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. അടുത്തത്, നഗരപാലിക നിയമം നടപ്പിലാക്കിയ ഭരണഘടനാ ഭേദഗതി 74ാം ഭരണഘടനാ ഭേദഗതിയാണ്. നഗരപാലിക നിയമം 74. അടുത്ത ചോദ്യം, പ്രാദേശിക ഭരണ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ അധികാരം നൽകുകയും അവ പുനഃസ്ഥാപിക്കുകയും ചെയ്ത നിയമം ഏതാണ്? 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമാണ് പ്രാദേശിക ഭരണ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ അധികാരം നൽകുകയും അവ പുനഃസ്ഥാപിക്കുകയും ചെയ്തത്. അടുത്ത ചോദ്യം, 1959 പഞ്ചായത്തി രാജ് സംവിധാനം ഉദ്ഘാടനം ചെയ്ത സംസ്ഥാനങ്ങൾ രാജസ്ഥാൻ, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ. 1959 പഞ്ചായത്ത് രാജ് സംവിധാനം ഉദ്ഘാടനം ചെയ്ത സ്റ്റേറ്റ്സ് രാജസ്ഥാൻ, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ. അടുത്തത്, ബ്രിട്ടീഷ് ഇന്ത്യയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പുത്തൻ ജീവൻ നൽകിയ പരിഷ്കാരങ്ങൾ റിപ്പോർട്ട് കൊണ്ടുവന്ന വർഷം 1882. 1882 റിപ്പൺ പ്രഭുവാണ് ബ്രിട്ടീഷ് ഇന്ത്യയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പുത്തൻ ജീവൻ നൽകിയ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നത്. അടുത്തത്, ചെറുഭരണഘടന അഥവാ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതി 42ാം ഭരണഘടനാ ഭേദഗതിയാണ്. അടുത്ത ചോദ്യം,
ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 എത്ര വിഭാഗങ്ങളും പട്ടികകളുമാണ് ഉൾപ്പെടുത്തിയിരുന്നത്? 321 വിഭാഗം, 10 പട്ടികകൾ. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 എത്ര വിഭാഗങ്ങളും പട്ടികകളുമാണ് ഉൾപ്പെടുത്തിയിരുന്നത്? 321 വിഭാഗം, 10 പട്ടികകൾ. അടുത്ത ചോദ്യം, ലൈംഗിക അതിക്രമങ്ങളിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമമായ പോക്സോ നിയമം അനുസരിച്ച് കുട്ടി എന്ന നിർവചനത്തിൽ ഉൾപ്പെടുന്നത് 18 വയസ്സിൽ താഴെയുള്ള ആരും. 18 വയസ്സിൽ താഴെയുള്ള ആരും ലൈംഗിക അതിക്രമങ്ങളിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമമായ പോക്സോ നിയമം അനുസരിച്ച് കുട്ടിയാണ്. കുട്ടി എന്ന നിർവചനത്തിൽ പെടുന്നവരാണ്. അടുത്തത് കുറച്ച് പ്രധാനപ്പെട്ട ഭേദഗതികൾ നോക്കാം. 44 ഭരണഘടനാ ഭേദഗതി സ്വത്തവകാശം മൗലിക അവകാശം അല്ലാതാക്കി മാറ്റിയത് 1978 44 ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്. അടുത്തത് 86 ഭരണഘടനാ ഭേദഗതി വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കി മാറ്റിയ ഭേദഗതിയാണ് 2002 86 ഭരണഘടനാ ഭേദഗതി. അടുത്തത് 73 ഭരണഘടനാ ഭേദഗതി പഞ്ചായത്ത് രാജ് നിയമത്തെക്കുറിച്ചാണ് പറയുന്നത്. 101 ഭരണഘടനാ ഭേദഗതി GST കുറിച്ച് പറയുന്നു. അടുത്തത് ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ യാതൊരു മാറ്റം വരുത്താൻ പാടില്ല എന്ന് സുപ്രീം കോടതി വിധിച്ച കേസ് കേശവാനന്ദ ഭാരതി കേസ്. ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ യാതൊരു മാറ്റവും വരുത്താൻ പാടില്ല എന്ന് സുപ്രീം കോടതി വിധിച്ച കേസാണ് കേശവാനന്ദ ഭാരതി കേസ്. അടുത്തത് ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം പാർലമെന്റിനാണ് എന്ന് പ്രതിപാദിക്കുന്ന ഭരണഘടന അനുച്ഛേദം 368. ആർട്ടിക്കിൾ 368 പാർലമെന്റിന്റെ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്നത്. അടുത്തത് അടിമ ജോലികളും മനുഷ്യ കച്ചവടത്തെയും നിരോധിക്കുന്നതിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന അനുച്ഛേദം ആർട്ടിക്കിൾ 23. ആർട്ടിക്കിൾ 24 ബാലവേല ശിക്ഷാർഹമാണെന്ന് പറയുന്നു. ഹൈക്കോടതികൾ റിട്ട് പുറപ്പെടുവിക്കുന്നത് ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ്? ആർട്ടിക്കിൾ 226. ഹൈക്കോടതികൾ റിട്ട് പുറപ്പെടുവിക്കുന്നത് ആർട്ടിക്കിൾ 226 പ്രകാരമാണ്. മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിനായി 1976 കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയാണ് സർദാർ സ്വരൺ സിംഗ് കമ്മിറ്റി. മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ 1976 കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മിറ്റി സർദാർ സ്വരൺ സിംഗ് കമ്മിറ്റി. അടുത്തത് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 24 പ്രകാരം എത്ര വയസ്സിൽ താഴെയുള്ള കുട്ടികളെ കൊണ്ട് ഖനികളിലോ വ്യവസായശാലകളിലോ മറ്റ് അപകട മേഖലകളിലോ ജോലി ചെയ്യിക്കുന്നതാണ് നിരോധിക്കുന്നത്? 14 വയസ്സ്. ബാലവേല ചെയ്യരുത് അങ്ങനെ അനുശാസിക്കുന്ന കുട്ടികളുടെ പ്രായം 14 വയസ്സാണ്. അടുത്തത് ഇന്ത്യയുടെ 53ാമത് ചീഫ് ജസ്റ്റിസ് ആരാണ്? ജസ്റ്റിസ് സൂര്യകാന്ത്. ഇന്ത്യയുടെ 53ാമത് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ആണ്. കേരളത്തിന്റെ ഇപ്പോഴത്തെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ആണ്. കേരളത്തിന്റെ ഇപ്പോഴത്തെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 4 അനുച്ഛേദം 36 മുതൽ 51 വരെ എന്തിനെക്കുറിച്ചാണ് പരാമർശിക്കുന്നത്? മാർഗനിർദ്ദേശക തത്വങ്ങൾ. ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 4 ആർട്ടിക്കിൾ 36 മുതൽ 51 വരെ മാർഗനിർദ്ദേശക തത്വങ്ങളെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. അടുത്തത് ഇന്ത്യൻ ഭരണഘടന മാർഗനിർദ്ദേശങ്ങൾ എന്ന ആശയം കടമെടുത്തത് അയർലാൻഡിൽ നിന്നാണ്. അയർലാൻഡിന്റെ ഭരണഘടനയിൽ നിന്നാണ് ഇന്ത്യൻ ഭരണഘടന മാർഗനിർദ്ദേശങ്ങൾ എന്ന ആശയം കടമെടുത്തത്. അടുത്തത് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഭാഗം 4A ആർട്ടിക്കിൾ 51A. കടം കൊണ്ടത് സോവിയറ്റ് റഷ്യയിൽ നിന്നാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ പൗരത്വത്തെക്കുറിച്ച് പരാമർശിക്കുന്നത് ഭാഗം 2ലാണ്. ആർട്ടിക്കിൾ 5 മുതൽ 11 വരെയാണ് പൗരത്വത്തെക്കുറിച്ച് പറയുന്നത്. അടുത്തത് ഇന്ത്യൻ ഭരണഘടനയിൽ സ്വത്തവകാശം ഒരു നിയമാവകാശമാണ്. ഈ നിയമാവകാശം ഉൾപ്പെടുന്ന ആർട്ടിക്കിൾ 300A. ആർട്ടിക്കിൾ 300Aയുടെ ഭാഗമാണ് ഇപ്പോഴത്തെ സ്വത്തവകാശം, റൈറ്റ് ടു പ്രോപ്പർട്ടി. അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ പഠിച്ചു വെക്കുക. ഇതെല്ലാം പുതിയ SCRT പാഠപുസ്തകങ്ങളിൽ നിന്ന് തിരഞ്ഞെടുത്ത ക്വസ്റ്റ്യൻസ് ആണ്.